ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് കാർ മോഡൽസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ 1/24 സ്കെയിലുള്ള കുറച്ച് മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ഞാൻ മേടിച്ച ഒരു മോഡലാണ് ഈ ബെൻസിൻ്റെ GLE എന്ന് പറയുന്ന GLE 350 എന്ന് പറയുന്നൊരു മോഡലും. സോ ഇത് ഞാൻ വാങ്ങിയത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ള, എന്നാൽ ലൈസൻസ് പ്രൊഡക്റ്റ് ഒന്നുമല്ല. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ മെക്രയുടെ ബെൻസ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടിയാണ്. ഇതിൻ്റെ 4 ഡോർസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, ബോണറ്റ് ഓപ്പൺ ചെയ്യാം, എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ്. പുറത്തുനിന്ന് ഇതിൻ്റെ മിറർ വരെ നമുക്കിതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മോഡലാണിത്. എക്സാക്ട് ബെൻസ് പോലാണ് ഇരിക്കുന്നത്. ഒറ്റ കുറവേ ഉള്ളൂ, ലൈസൻസ് പ്രോഡക്റ്റ് അല്ല എന്നൊരു ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻഡ് ടു എൻഡ് അടിപൊളി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ 4 ഡോർസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ നല്ല കിടിലൻ ഡീറ്റെയിലിംഗ് കൊടുത്തുള്ളൊരു വണ്ടിയാണ് കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് 1/24 ഞാൻ ഫസ്റ്റ് മേടിച്ച ഒരു മോഡലാണിത് കേട്ടോ. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ എന്ത് കേട്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടൊക്കെ ആവും. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉള്ള വണ്ടിയാണ്. അതുപോലെ വീല് ടേണൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ എല്ലാ ഡോറും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഈ ബെൻസിൻ്റെ മെക്രിഡ് ബെൻസിൻ്റെ ഈ ഒരു മോഡൽ. നെക്സ്റ്റ് ഞാൻ മേടിച്ചൊരു വണ്ടിയാണ് ഈ ഒരു കാണുന്ന കമാറോ എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമർ എഡിഷൻ. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലോഗോ കാണാൻ പറ്റുന്നുണ്ടോ? അത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡോർ വരുന്നത് ബട്ടർഫ്ലൈ ഡോർ പോലെ ഇങ്ങനെ മേളോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ നമുക്ക് ഹുഡൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഈ ചേഴി എന്ന് പറയുന്ന ബ്രാൻഡിനാട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 1/24 ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടും. നല്ല മോഡൽസൊക്കെ അവൈലബിൾ ആവും. ഇതിൻ്റെ ബൂട്ടിലോട്ട് നോക്കിയാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് നമ്മുടെ ബംബ്ലി ബി അതാണ് ഐറ്റം കേട്ടോ. പിന്നെ ടയറിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും വണ്ടി സ്റ്റാർട്ടാവും. അതുപോലെ ലൈറ്റൊക്കെ കത്തും. ടെയിലൈറ്റും അതുപോലെ ബാൻ ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത്. അലർച്ച നിർത്തുമായിരുന്നെങ്കിൽ അടുത്തത് തുടങ്ങാമായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ഞാൻ മേടിച്ച ഒരു വണ്ടിയാണ് ഈ ഇരിക്കുന്ന XTO. ഹുറാക്കാൻ്റെ XTO എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമ്മുടെ പൊന്മാൻ ഷെയ്ഡൊക്കെ വരുന്ന മോഡലാണ്. ബ്ലൂവും ഓറഞ്ചും കൂടെ വന്നിട്ട് ഇതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ വീലൊന്നും ടേൺ ആവില്ല കേട്ടോ. ബാക്കിയെല്ലാത്തിൻ്റെ വീല് ടേൺ ആവും. ഈ ഒരു രണ്ട് വണ്ടിയുടെ ഈ ഇരിക്കുന്ന കമാരോയുടെയും ഈ ഇരിക്കുന്ന വണ്ടിയുടെയും വീല് ടേൺ ആവില്ല. അതൊരു കുറച്ച് കുഴപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിനും വീണ്ടും നമുക്ക് അലാറം ബീപ്പ് കടിക്കുന്നേക്കാം. ഇതും ലൈസൻസ് പ്രോഡക്റ്റ് ഒന്നുമല്ല. പക്ഷേ നമുക്ക് ലംബോർഗിൻ്റെ ലോഗോ ഒക്കെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തുള്ള ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എഞ്ചിൻ റൂമൊക്കെ കാണാം. ഇതൊക്കെ ഇച്ചിരി കോമഡിയാണ്, എന്നാലും കുഴപ്പമില്ല. V12 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഹുഡ് ഓപ്പൺ ചെയ്ത് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അപ്പോൾ എൻ്റെ തേർഡ് മോഡൽ എന്ന് പറയുന്നത്. 1/24 സ്കെയിലുള്ള തേർഡ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു ഡിഫൻഡറാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇതും ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ വെറുതെ ഒരു കടയിൽ എന്താ പറയുന്നത്, എന്തോ ഒരു കാര്യം മേടിക്കാൻ വേണ്ടി കയറിയ കാർ മേടിക്കാൻ പോകുന്നല്ലോ, വെറുതെ പോയപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന കണ്ട് മേടിച്ചാണ്. ഇത് പക്ഷേ ലൈസൻസ് പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ്. ഇതിൻ്റെ നമുക്ക് 4 ഡോറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് ഗ്ലാസ് ഇല്ല. ഈ ഡോറിൽ ഗ്ലാസ് വരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പോരായ്മ. പിന്നെ ഇന്ത്യൻ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കിനും സീറ്റൊക്കെ കുറച്ച് ഹാർഡാണ് കേട്ടോ. ബാക്കി എല്ലാത്തിനും പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഇതൊരുമാതിരി കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ട് തന്നെ പ്ലാസ്റ്റിക് ഫീല് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയറി ഇരിക്കാൻ പോകണമെന്ന് അല്ല, അവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിനല്ല ആ ഒരു സീറ്റിൻ്റെ അവിടുത്തെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ടോ, വണ്ടി ഹോണൊക്കെ അടിക്കും കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹുഡും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹുഡിൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എന്താ പറയുക 4th മോഡൽ എന്ന് പറയുന്നത്. ഇത് ലൈസൻസ് പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫൻഡറിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലാൻഡ് റോവറിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീല് നമുക്ക് ടേണൊക്കെ ചെയ്യാൻ പറ്റും. ഇതാ മാർക്കോ ഇറങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇവിടെ സ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ, ഓൺ ഓഫ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇത് മേടിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടെ പോയതല്ല. പക്ഷേ നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടിയൊരു മോഡലാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ BMW ആണ്. BMWൻ്റെ M330 ആണ് ഇരിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചത് എറണാകുളത്തുള്ള അബ്ബ ഷോപ്പിൽ നിന്നാണ്. സോ ഇത് ഞാൻ അബ്ബ ഷോപ്പ് ഇവിടുന്ന്, എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഞാൻ കോട്ടയത്തു നിന്ന് അബ്ബ ഷോപ്പ് വരെ പോയതാണ്. ഇത് മേടിക്കാൻ പോയതല്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടൊരെണ്ണം മേടിച്ചതാണ്. ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടടിച്ചു. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. സോ ഇതിൻ്റെയും ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഡോർ ഇച്ചിരി, ഇതിൻ്റെ മിററൊക്കെ ഫോൾഡ് ചെയ്യാം. ഡോർ ഇച്ചിരി പാടാണ്. ഇതൊരു സക്കർ ഉണ്ടായിരുന്നു ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ആ സക്കർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തുറക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ മിററെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തുള്ളൂ കേട്ടോ.
ഇതും ലൈസൻസ് പ്രോഡക്റ്റ് ഒന്നുമല്ല. BMW പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് BWM എന്നാണ്. ഇവിടെ ലോഗോ നോക്കി കഴിഞ്ഞാൽ കാണാമോ, BWM എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വണ്ടി എക്സാക്റ്റ് സെയിം സാധനം തന്നെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ M3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. BMW ലോഗോ വരെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ലെറ്റർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു രക്ഷയില്ലാത്ത മുതലാണ്. ആൻഡ് ഇതിൻ്റെ കുറേ കളർ വേരിയൻ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താണ് 5th മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ വീട്ടിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്തത്. അത് ഞാൻ നേരിട്ട് പോയെടുത്താണ് BMW. ഇത് ഞാൻ വീട്ടിൽ ഇരുന്ന് ഒരു വാട്സാപ്പിൽ അവർ കാറ്റലോഗൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തൊരു വണ്ടിയാണ് നമ്മുടെ എന്താ പറയുന്നത് SRT ഡോഡ്ജിൻ്റെ ഡീമൻ എന്ന് പറയുന്ന ഒരു സാധനം, ചലഞ്ചർ. ഇത് ഞാൻ അന്ന് അവിടെ പോയപ്പോൾ എടുത്ത് പാക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇത് മാറ്റിയിട്ടാണ് ഞാൻ BMW എടുത്തത്. കാരണം അത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. കാരണം ഞാൻ ഒരു BMW ഫാനാണ്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുകൂടെ എടുക്കാമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് യൂഷ്വൽ എല്ലാ വണ്ടികളുടെയും പോലെ തന്നെ വുഡും ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, അതൊക്കെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ എന്തൊക്കെയോ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ SRT ഡീമൻ്റെ ലോഗോ, പക്ഷേ ആ സെയിം ലോഗോ അല്ല, അതിൻ്റെ അകത്ത് ഡീമൻ്റെ ലോഗോയാണ്. ഇത് ലൈസൻസ് പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിററൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അതുപോലെ ഡോർസും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാം. വുഡും നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ യൂഷ്വലി എല്ലാ വണ്ടിയിലും പോലെ ടെയിൽ ലൈറ്റ്, ഹെഡ് ലൈറ്റ് എല്ലാം ബേൺ ചെയ്യുന്നതാണ്. വീല് വരെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ വീലിങ്ങനെ ടേൺ ചെയ്തിങ്ങനെ വെക്കാൻ പറ്റില്ല, തിരിച്ചതുപോലെ വരുന്ന സ്പ്രിങ് ആണ്. ഇതിന് ഇവിടെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ വേണോ. ലൈറ്റ് ഒരുമാതിരി നമ്മുടെ പ്രൊജക്ടർ ലൈറ്റ് പോലെ ആണ് കേട്ടോ. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ കണ്ണിന് നേരെ ഡയറക്റ്റ് ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നല്ല വെട്ടമായിരിക്കും. നമ്മുടെ കണ്ണിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അത്രയ്ക്ക് നല്ല പവർ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു ഐറ്റം. ഇതിൻ്റെ ഡോർ ഞാൻ തുറക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞില്ല സക്കർ ഓക്കെ, സക്കർ പോയ കാരണം സൂക്ഷിച്ച് തുറന്നില്ലെങ്കിൽ ഇച്ചിരി പണി കിട്ടും. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വരുമ്പോഴത്തേക്കും നോക്കി എന്താ ഡീറ്റെയിലിംഗ് നോക്കി. SRT എന്നുള്ള നമുക്ക് ആ സ്റ്റിയറിംഗ് കാണാൻ പറ്റും. അതുപോലെ ഡാഷ്ബോർഡ് അവിടെ കൊടുത്തിട്ട് പാനലും കാര്യങ്ങളും എല്ലാം അടിപൊളി ഡീറ്റെയിൽ. കപ്പ് ഹോൾഡർ വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 1400 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 400, 500 അങ്ങനെ ഒരു 1500, 1600 ആ റേഞ്ചിന് മുകളിലുള്ള വണ്ടികളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ ഒറ്റ വണ്ടിയുള്ളൂ ആ ഒരു പ്രൈസ് വെച്ചിട്ട് കൂടിയത്. അത് ഞാൻ കാണിച്ചു തരാം. സോ നെക്സ്റ്റ് നമ്മുടെ പോൾ വാർക്കർ എഡിഷനാണ്. നമ്മുടെ പോൾ വാർക്കറിൻ്റെ സ്വന്തം എന്താ പറയുക നിസാൻ സ്കൈലൈൻ GTR. അപ്പോൾ ആ ഒരു എഡിഷനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ സിംഗിൾ കളറൊക്കെ അവൈലബിൾ ആണ്, ബ്ലൂ വൈറ്റ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഈ ഒരു എഡിഷനാണ് മേടിച്ചത്. ഇതും അതുപോലെ തന്നെ ലൈസൻസ് പ്രൊഡക്റ്റ് ഒന്നും അല്ലെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് കൊടുത്തുള്ള വണ്ടിയാണ്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം, ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ശ്രമിച്ചാൽ വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം. പക്ഷേ നടപടിയാവുന്ന കേസല്ല ഗൈസ്. ആ സക്കറില്ലാതെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, നമ്മൾ എത്ര പിടിച്ചാലും ഡോറിൻ്റെ ഇവിടെ പിടിച്ചാലും ഇത് ഓപ്പണായി വരില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അല്ലാതെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ മിററോ എന്തെങ്കിലും ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ മിററിൻ്റെ ഇത് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ, ബാക്കിയെല്ലാം മെറ്റലാണ്. ഈ ഫ്രണ്ട് ബമ്പറും റിയർ ബമ്പറും വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്, ബാക്കിയെല്ലാം മെറ്റലാണ് വരുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ആ സക്കർ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് തുറക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം. ഇതും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു വണ്ടിയും കൂടാണ് നിസാൻ സ്കൈലൈൻ GTR 34 എന്ന് പറയുന്നത്. സോ സൂപ്പർ നമ്മൾ കുറേ തിരക്കി. സൂപ്പറയുടെ മാർക്ക് 5 കിടപ്പുള്ളൂ. ഞാൻ മാർക്ക് 4 ആണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ 1/18 സ്കെയിലുള്ളൂ. അതിൻ്റെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 700, 8 രൂപയൊക്കെ വരും. നമ്മളത് ഭാവിയിൽ മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇരിക്കുന്നതാണ് പോർഷയുടെ. ഇതൊരു നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ മേടിച്ചു കേട്ടോ. പോർഷയുടെ ഒരു വണ്ടി 911 എന്ന് പറയുന്ന ഒരു വണ്ടി. സോ ഇത് ബുറാഗോ എന്ന് പറയുന്ന ബ്രാൻഡിനാണ്. അപ്പോൾ ഇതുപോലെ ഈ ഇരിക്കുന്ന വണ്ടി പോലൊന്നുമല്ല, ഇത് ലൈസൻസ് പ്രൊഡക്റ്റാണ്. അതുപോലെ 100% കളക്റ്റഡ് മോഡലാണ്. അത് ഞാൻ പറയാൻ കാരണം ഈ ഇരിക്കുന്ന വണ്ടിക്കെല്ലാം പുൾ ബാക്ക് ഉണ്ട്. ഇത് ലൈറ്റ് കത്തും, പുൾ ബാക്ക് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള വണ്ടിയാണ്. പക്ഷേ ഈ ഒരു സാധനം വരുന്നത് ഇങ്ങനത്തെ ഒരു ഐറ്റംസും ഇല്ലതുണ്ടോ. ഇതിലൊക്കെ വെറുതെ ഇങ്ങനെ ഇറങ്ങും, പുൾ ബാക്കും അല്ല ഒന്നുമല്ല. അതുപോലെ ഇതിൻ്റെ എന്താ പറയുന്നത് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. 2 ഡോർസ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ബുറാഗോ എന്ന് പറയുന്ന വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡൽസും അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിയറിങ്ങിലൊന്നും പോർഷയുടെ ലോഗോയോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. സോ പുറകെ നോക്കിക്കഴിഞ്ഞാൽ GT3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കിയാലും പോർഷയുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കൂട്ടത്തിൽ ഇച്ചിരി പ്രൈസ് കൂടിയ വണ്ടി എന്ന് പറയുന്നത്. ഇതിന് വരുമ്പോഴത്തേക്കിനും ഒരു 2K അബോവ് വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബാക്കിയെല്ലാം ഒരു 1500, 1600 ആ റേഞ്ച് വരുന്ന വണ്ടികളാണ്.
ഈ വണ്ടികളെല്ലാം ഞാൻ പറഞ്ഞു ഇതെല്ലാം പുൾ ബാക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ വണ്ടിക്കൊക്കെ നമ്മൾ എങ്ങനെ തൂക്കിയാലും 400 ഗ്രാം 500 ഗ്രാം, അതായത് 1/2 കിലോ വരുന്ന വണ്ടികളാണ് ഈ ഇരിക്കുന്നവയെല്ലാം. അതിനകത്ത് ഈ ഡോഡ്ജിൻ്റെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഈ ഡിഫൻഡറും. അപ്പോൾ ഇതിന് ഈ പുൾ ബാക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഈ പുൾ ബാക്ക് കൊടുക്കുന്ന ഒരു ടോയ് ഗ്രേഡിലേക്ക് പോകുന്നൊരു റേഞ്ചിലാണ് പുൾ ബാക്ക് കൊടുക്കുന്നത്. കളക്റ്റഡ് മോഡൽ ആയതുകൊണ്ടാണ് ആ പോർഷയ്ക്ക് ആ ഒരു സെറ്റപ്പ് ഇല്ലാത്തത്. പക്ഷേ ഇത്രയും വെയിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര ഫോഴ്സിൽ ഇത് പുറകോട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് വലിച്ചെന്ന് പറഞ്ഞാലും ഇത് ഫ്രണ്ടിലോട്ട് ഓടില്ല. കാരണം അത്രയും വെയിറ്റുള്ള വണ്ടികളാണ് ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം. നമ്മൾ മാസത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് മേടിക്കുന്ന വണ്ടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോയിലെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ ബൈ. അതുപോലെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ പാർട്ട് 2 ആയിട്ടും വരുന്നതായിരിക്കും. അപ്പം കാണാം. ബൈ.